സൗദിക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം. ഇറാന്റെ 9 ഡ്രോണുകളെ സൗദി പ്രതിരോധ സേന തകർത്തു. കുവൈറ്റിലെ ആക്രമണത്തിൽ 11കാരി മരിച്ചു. ചീളുകൾ ശരീരത്തിൽ പതിച്ചുണ്ടായ അപകടത്തിലാണ് മരണം സംഭവിച്ചത്. കുടുംബത്തിലെ 4 പേർ ചികിത്സയിലാണ്. സുരേഷ് വെള്ളിമുറ്റം തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുരേഷ്, ഒരു 11കാരിയുടെ മരണം അത് കുവൈറ്റിലാണ് സ്ഥിരീകരിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ സൗദിക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സൗദി പ്രതിരോധ സേന തകർത്തു എന്നുകൂടി അറിയുന്നുണ്ട്. ഓരോ ശ്രമങ്ങളെ തകർക്കുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? ഇപ്പോൾ ഗൾഫ് മേഖല മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സമാധാനത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. ഒറ്റപ്പെട്ട ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഈ കുവൈറ്റിൽ 11 വയസ്സുള്ള കുട്ടി മരിച്ചത് തന്നെയാണ്. ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റാണ് കുട്ടി മരിച്ചത്. ആ ഡ്രോൺ നശിപ്പിക്കുന്ന സമയത്ത്, ആകാശത്ത് വെച്ച് നശിപ്പിക്കുന്ന സമയത്ത് അത് താഴത്തേക്ക് വീഴുകയും അതിൽ നിന്ന് ചീളുകൾ ഏറ്റ് കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയുമായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ കുട്ടിയുടെ കുടുംബത്തിലുണ്ടായിരുന്ന മറ്റ് 4 പേർക്കും കൂടി പരിക്കേറ്റിട്ടുമുണ്ട് സംഭവത്തിൽ. അങ്ങനെ 4 പേർക്ക് കുവൈറ്റ് സിറ്റിയിൽ തന്നെ, തലസ്ഥാനത്ത് തന്നെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായതും. 4 പേർക്ക് പരിക്കേറ്റു. 11 വയസ്സുകാരി മരിച്ചു. ഇതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത. മറ്റ് സംഭവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുള്ള ആക്രമണമാണെങ്കിൽ അത് പരാജയപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ദുബായിലെ അമേരിക്കൻ കോൺസുലേറ്റിലേക്ക് ആക്രമണ ശ്രമം ഉണ്ടാകുന്നുണ്ട്. ഡ്രോൺ ആക്രമണ ശ്രമമാണ് ഉണ്ടായത്. അത് ദുബായ് പരാജയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഡ്രോൺ തകർന്നു വീണതിനെ തുടർന്ന് തീ പിടിക്കുന്നു. ആ ചെറിയ തോതിലുള്ള ഒരു തീപിടുത്തമായിരുന്നു. അത് ഉടൻ തന്നെ തീ അണയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ അവിടെ സമാധാനപരമാണ്. വലിയ സുരക്ഷ ആ മേഖലയിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒമാനിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ അക്രമ സംഭവങ്ങളൊന്നും ഒമാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈറ്റിലെ ഈ ഒരു അക്രമ സംഭവം കഴിഞ്ഞാൽ പിന്നീട് ഖത്തർ, ബഹ്റൈൻ, ഈ 2 രാജ്യങ്ങളും ഇപ്പോൾ സമാധാനമാണ്. ഇങ്ങനെ ഒരിടത്തും കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും ഇതുവരെ ഈ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്.